നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അടുത്ത സാമ്പത്തിക വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവലോകനം. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സെമിനാറിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിവിധ പ്രദേശങ്ങളിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് സെമിനാർ ചർച്ച ചെയ്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വികസന സെമിനാർ സംഘടിപ്പിച്ചു. കോതമംഗലം MLA ആന്റണി ജോൺ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 53 രൂപീകരിച്ച് ഇന്ന് നമ്മളോട് സമ്മേളിക്കുമ്പോൾ ഏതാണ്ട് 70 വർഷക്കാലം പൂർത്തിയാകുമ്പോൾ ഒരുപാട് മേഖലകളിൽ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തിന് മുന്നേറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് അധികാര കേന്ദ്രീകരണത്തിന്റെയും പ്രത്യേകിച്ച് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെയും എല്ലാം തുടക്കം മുതൽ ഇപ്പോഴും പരിശോധിച്ചാൽ അത്തരം ഓരോരോ ആശയങ്ങൾ ഉയർന്നു വരുമ്പോഴും അത് അതാത് ഘട്ടങ്ങളിൽ അധികാരത്തിലിരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ജനങ്ങളെയാണ് ചേർന്ന് നിർത്തിയ അത്തരം പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നത് പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. സംഘം അടക്കം എന്നാണ് സൂചിപ്പിച്ചത്. അന്ന് അല്ലേ നമ്മുടെ പാലം കനിയാൻകുടി കലം പാലം അതിപ്പോൾ ഒരു വലിയ പാലമാണെങ്കിൽ അന്നതൊരു സംസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലൊക്കെ വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരു വികസന പ്രവർത്തനമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡയാന നോബി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MS ബെന്നി, ദീപ ഷാജു, KM സെയ്ദ്, മെമ്പർമാരായ ബേസിൽ യോഹന്നാൻ, ഏഞ്ചൽ മേരി ജോബി, PP കുട്ടൻ, KK ഹുസൈൻ, ദിവ്യ സലി, C ശ്രീകല, ഷജി ബെസി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റഹീം ചന്ദാര, പഞ്ചായത്ത് സെക്രട്ടറി MM ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളെ പ്രതിനിധീകരിച്ച് കൃഷി ഓഫീസർ സൗമ്യ സണ്ണി, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ KK സുനീതി, ആസൂത്രണ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CP ജോണി, ഹെൽത്ത് ഇൻസ്പെക്ടർ MV സാബു, ഇളങ്ങവം LP സ്കൂൾ ടീച്ചർ KP ശോഭന, വർക്കിംഗ് ഗ്രൂപ്പ് ഉപാധ്യക്ഷന്മാരായ നോബി S കൊറ്റം, MV ജോയ്, രമ്യ സുഭാഷ്, ICDCS സൂപ്പർവൈസർ നസ്രിൻ നാസർ, VEOമാരായ ശോഭ PG, വരുൺ, ഓവർസിയർമാരായ റുഖിയ K, വാസുദേവ റാവു, സീനിയർ ക്ലർക്ക് ശ്രീജ KS എന്നിവർ വിഷയാവതരണം നടത്തി. 50 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ തയ്യാറാണ് ആ കാര്യത്തിന് വേണ്ടിയിട്ട്. നമുക്ക് സ്വയമായി എന്തെങ്കിലും കണ്ടെത്തട്ടെ. അതിന് ബാങ്ക് ലോൺ തരുന്ന 4% തരും. ഇവർക്കാണെങ്കിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പരിശ്രമം പറഞ്ഞു തരും. 10 പേര് കൂട്ടായ്മ 10 ലക്ഷം രൂപ കിട്ടും. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും നമ്മുടെ സഹോദരന്മാരും നമ്മൾ പുറത്തേക്ക് പോകാനുള്ളൊരു രണ്ട് ടെൻഡൻസി കാണിക്കുന്നു. നമ്മളെല്ലാവരും പുറത്തേക്ക് പോയി നമ്മുടെ നാടെല്ലാവരും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഇതെന്തിനെങ്കിലും പറയുന്നത് തോന്നും ഒരു വിഷമം. മീഡിയ 60 കോതമംഗലം.